നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നവംബർ മാസത്തിൻ്റെ അവസാനത്തിലാണ്. എന്നാൽ ഇന്ന് നവംബർ 27. ഈ നവംബർ 27 നിങ്ങളൊന്ന് കുറിച്ചു വെച്ചോളൂ. കാരണം അന്നാണ് ചരിത്രം മാറാൻ പോകുന്നത്. നമ്മളിൽ പലരും സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ എന്ന് പച്ച പിടിക്കും, എൻ്റെ കടങ്ങൾ എന്ന് തീരും എന്ന് ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ജ്യോതിഷപ്രകാരം 12 രാശികളിൽ 5 രാശിക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത, ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു മഹാഭാഗ്യം നവംബർ 27 മുതൽ ആരംഭിക്കുകയാണ്. അതായത് ഇന്നേ ദിവസം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഇതിനെ നമുക്ക് ധൈര്യമായി കോടീശ്വര യോഗം എന്ന് വിളിക്കാം. അത്രയേറെ ശക്തമായ ഗ്രഹമാറ്റമാണ് നടക്കുന്നത്. കഷ്ടപ്പാടുകൾ മാത്രം കണ്ടിരുന്ന നിങ്ങളുടെ കണ്ണുകൾ ഇനി കാണാൻ പോകുന്നത് സമ്പത്തിൻ്റെ നിറവാണ്. ആ 5 ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണെന്നും അവർക്ക് എങ്ങനെയാണ് പണം വരാൻ പോകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഇന്ന് നവംബർ മാസം 27. എന്താണ് ഇത്രയധികം പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്? ജ്യോതിഷത്തിൽ ധനത്തിൻ്റെ കാരകനായ വ്യാഴം, പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും കാരകനായ ശുക്രൻ, ഒപ്പം കർമ്മത്തിൻ്റെ ദൈവമായ ശനിദേവൻ, ഈ 3 ശക്തികളും ഈ 5 രാശിക്കാർക്ക് അനുകൂലമായി വരുന്ന ഒരു അപൂർവ സമയമാണിത്. ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഒത്തുചേരുമ്പോൾ അത് ധനലക്ഷ്മി യോഗം സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ ഫലം എന്താണെന്നോ? നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും. തടസ്സങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും. പണം നിങ്ങളെ തേടി ഒഴുകി വരും. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഇത്രയേറെ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന ആ 5 ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കോരോരുത്തരായി പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നാളെ വെള്ളിയാഴ്ചയാണ്. അതിരാവിലെ പൂജയുണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിതൊക്കെ എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഭാഗ്യവാന്മാർ മേടൻ രാശിക്കാരാണ്. മേടൻ രാശിക്കാർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇന്നു മുതൽ ഒരു അവസാനമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പണം അല്ലെങ്കിൽ കിട്ടാനുള്ള തുക അത്ഭുതകരമായി തിരികെ കിട്ടും. ബിസിനസ്സിൽ പുതിയ ലാഭമുണ്ടാകും. ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. മേടൻ രാശിക്കാർക്ക് ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങളെ തേടി വരുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അകന്ന് നിങ്ങൾക്കിത് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് മേടൻ രാശിക്കാർക്ക് ഇനി സംഭവിക്കുക. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്താനുള്ള സമയം. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയം സാധ്യമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകർ അത് മിഥുനക്കൂറുകാർ തന്നെയാണ്. മകയിരം, തിരുവാതിര, പുണർദം അടങ്ങിയ മിഥുനക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലം. നവംബർ 27 മുതൽ നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ പണം പല വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ വരും. ഇതിനെയാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. ജോലിയിൽ വലിയൊരു മാറ്റം, ശമ്പള വർധനവ്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരാനുള്ള യോഗം, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ വലിയ സമ്പാദ്യമുണ്ടാക്കുകയും കടങ്ങളൊക്കെ തീർത്ത് തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അടുത്ത രാശിക്കാർ രാജാവിനെ പോലെ ജീവിക്കുന്ന നക്ഷത്രജാതകർ. അത് മറ്റാരുമല്ല, ചിങ്ങക്കൂറുകാർ തന്നെയാണ്.
മഖവും പൂരവും ഉത്രവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തികമായി നിങ്ങൾ തളർന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നവംബർ 27 മുതൽ നിങ്ങളുടെ സിംഹാസനം തിരികെ കിട്ടുകയാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. വസ്തുവകകൾ വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിലൂടെ വലിയ ലാഭം കിട്ടും. ഒരു വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ ഉള്ള പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. നിങ്ങളുടെ പ്രതാപം തിരികെ വരുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ചിങ്ങക്കൂറുകാർക്ക്. ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം. അടുത്ത നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല, തുലാരാശിക്കാരാണ്. ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രനാണ് നിങ്ങളുടെ അധിപൻ. നവംബർ 27 ഇന്നു മുതൽ ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും. നിങ്ങളുടെ ജീവിതശൈലി തന്നെ മാറാൻ പോകുന്നു. കയ്യിൽ എപ്പോഴും പണം കളിയാടും. ആഡംബര വസ്തുക്കൾ നിങ്ങൾ വാങ്ങും. ബിസിനസ് പങ്കാളികൾ വഴി വലിയ നേട്ടമുണ്ടാകും. സ്ത്രീകൾ വഴി ധനലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഭാഗ്യശാലികൾ ഇവരാണ് കുംഭരാശിക്കാർ. അവിട്ടവും ചതയവും പുരുരുട്ടാതിയുമടങ്ങിയ കുംഭരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്ര ജാതകർ. എന്നാൽ ഏറ്റവും ശക്തരായ രാശിക്കാർ കുംഭൻ രാശിക്കാർ തന്നെയാണ്. ശനിദേവൻ്റെ സ്വന്തം രാശി. ശനി നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ തന്നത് നിങ്ങളെ പരീക്ഷിക്കാനായിരുന്നു. എന്നാൽ നവംബർ 27 മുതൽ ശനി നിങ്ങൾക്ക് വാരിക്കോരിത്തരാൻ പോവുകയാണ്. കുബേരയോഗം എന്ന് തന്നെ ഇതിനെ പറയാം. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ വലിയ വിജയമുണ്ടാകും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനം വരാം. കടബാധ്യതകൾ അത്ഭുതകരമായി മാറി വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ ഉയർച്ച ഇനിയാണ്. അപ്പോൾ മേടം, മിഥുനം, ചിങ്ങം, തുലാം, കുംഭം ഈ 5 രാശിക്കാർ ഇന്നു മുതൽ കോടീശ്വര യോഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഭാഗ്യം വരുമ്പോൾ അഹങ്കരിക്കരുത്. അത് നിലനിർത്താൻ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. മഹാലക്ഷ്മിയെയും കുബേരനെയും നിത്യവും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നവംബർ 27 ഒരു ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് എനിക്ക് തരുന്ന ഈ സൗഭാഗ്യത്തിന് നന്ദി എന്ന് ഈശ്വരനോട് പറയുക. ഇന്നേ ദിവസം ഒരു ക്ഷേത്രത്തിൽ പോവുക, നെയ്വിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. എല്ലാവർക്കും നല്ലൊരു സമയം വരും. നിങ്ങളുടെ രാശി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഈ സന്തോഷവാർത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു. നന്ദി, നമസ്കാരം.